നാടൻപാട്ട് സംഘത്തിലേക്ക് പോലെ ഇന്നലെ ഈ കലോത്സവ വേദിയെ ഇങ്ങനെ ഹരം കൊള്ളിച്ചത് നാടൻപാട്ടുകാരാണ്. നാടൻപാട്ടുകാർ എന്ന് പറഞ്ഞാൽ അത് ഒരു രക്ഷയിലാണ്. അത് ഈവൻ കോസ്റ്റ്യൂം വൈസൊക്കെ ഭയങ്കര ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സിന്റെ വെറൈറ്റി ശ്രദ്ധിച്ചിരുന്നു. ഓരോ ടീമും ഓരോ തരത്തിൽ അത് എങ്ങനെ വ്യത്യസ്തമാക്കാം എന്നുള്ളത് ട്രൈ ചെയ്യുകയായിരുന്നു. എന്തായാലും എല്ലാം കളർഫുൾ ആയിരുന്നു, എല്ലാം ഒന്നിനൊന്നിന് മികച്ചതായിരുന്നു. എനിക്ക് തോന്നുന്നു ഇവിടെ പെർഫോം ചെയ്ത ഓൾമോസ്റ്റ് എല്ലാ ടീമിനും എ ഗ്രേഡും കിട്ടിയിട്ടുണ്ട്. വളരെ മികച്ച നിലവാരം പറ്റില്ല, അതുപോലത്തെ പെർഫോമൻസ് ആയിരുന്നു എല്ലാ കുട്ടികളുടെ ഭാഗത്ത് നിന്നും. ഓക്കെ, അപ്പൊ നമുക്ക് ആ കോഴിക്കോട് നിന്നുള്ള നാടൻപാട്ട് സംഘത്തിന്റെ പ്രകടനം കാണാം. നാടൻപാട്ട് കലോത്സവ വേദികളിൽ ഒരല്പം ഓളവും താളവും കൂടുതലുള്ളത് നാടൻ പാട്ട് വേദികളിൽ തന്നെയാണ്. എന്നോടൊപ്പം ഇപ്പോൾ ഒരു നാടൻ പാട്ട് സംഘമാണുള്ളത്. നിങ്ങൾ ഏത് സ്കൂളിലാണ്? കോഴിക്കോട് ജില്ലയിൽ പേരാമ്പ്ര ഹയർ സെക്കൻഡറി സ്കൂൾ. എത്ര ദിവസം പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഈ സംസ്ഥാന കലോത്സവത്തിന് എത്തിയത്? മാസങ്ങളോളം പ്രാക്ടീസ് ചെയ്തു. എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ്? എങ്ങനെയുണ്ടായിരുന്നു? നന്നായി ചെയ്യാൻ പറ്റി. പക്ഷെ അത് കഴിഞ്ഞിട്ട് വന്നപ്പോഴാണ് മൈക്കിന്റെ ചെറിയൊരു പ്രശ്നം പറഞ്ഞത്. പക്ഷെ എന്നാലും ഞങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട്. വേറെന്തെങ്കിലും പോരായ്മ തോന്നിയോ? സ്റ്റേജ് പോരാ, അങ്ങനെയൊക്കെ ചെറിയ പരാതികൾ? മൈക്കിന്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അത് പെർഫോമൻസിനെ ബാധിച്ചോ? അടിക്കുന്ന സമയത്ത് തമ്മിൽ അടുത്തടുത്തായിരുന്നു ഞങ്ങൾ നിന്ന്. സ്റ്റേജിന് വലിപ്പമില്ലാത്തതുകൊണ്ട് തട്ടിപ്പോയി. സ്പേസ് ഇല്ല. അപ്പൊ നമ്മുടെ ന്യൂസ് 18 വേണ്ടി ഒരു ചെറിയ പോർഷൻ, നിങ്ങളുടെ നാടൻ പാട്ടിന്റെ ചെറിയ പോർഷൻ അവതരിപ്പിക്കാമോ? കളകാടോ ദൈവമേ ഇത്തവണ കോഴിക്കോട് കപ്പടിക്കോ? ചോദിക്കാട്ടോ, അടിക്കൂ. ഉറപ്പാണോ? ഉറപ്പാണോ? ഉറപ്പാ. ഒരു എനർജി ഇല്ലല്ലോ. ഉറപ്പാ, കോഴിക്കോട് കപ്പ് കോഴിക്കോട്. അപ്പൊ എന്തായാലും നിങ്ങൾക്കും എല്ലാവിധ ആശംസകൾ നേരുകയാണ്. ബിപിൻ മുരളിക്കൊപ്പം ഐശ്വര്യ അനിൽ, ന്യൂസ് 18 കൊല്ലം. ഇതാണ് ഈ നാടൻപാട്ട് വേദിയിലെ ഒരു ആരവം. അത് ഗംഭീരമാണ് അല്ലേ? നമ്മളിങ്ങനെ അറിയാതെ താളം പിടിച്ചു പോകുന്ന നാടൻപാട്ടായിരുന്നു. എല്ലാം നമ്മൾ ആദ്യം പറഞ്ഞ വലിയ നിലവാരമുണ്ട്. തീർച്ചയായിട്ടും എല്ലാ ടീമും ഒന്നിനൊന്നിനും മെച്ചമായിരുന്നു. ഈ നമ്മൾ